ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള കത്തുപാട്ട് വീഡിയോ. കുട്ടികൾ കുറേ നാളായി കത്തുപാട്ട് വീഡിയോ ഉണ്ടാക്കണം എന്ന് പറയുന്നു. അങ്ങനെ ഒരു ദിവസം ഒത്തു വന്നപ്പോൾ ഞങ്ങൾ കത്തുപാട്ട് വീഡിയോ ഉണ്ടാക്കാമെന്ന് തീരുമാനിച്ചിട്ട് ഫ്രൂട്ട്സ് വാങ്ങാൻ വേണ്ടി പോയി. അങ്ങനെ ഫ്രൂട്ട്സ് എല്ലാം വാങ്ങിയിട്ട് അവിടെ നല്ല ചക്കിലി ഉണ്ടായിരുന്നില്ല. അത് വാങ്ങിക്കാൻ വേണ്ടി നേരെ അയ്യങ്കാർ ബേക്കറിയിലെത്തി. അവിടുന്ന് ആ അടിയിൽ കാണുന്ന ഗ്രീൻ കളർ, പിന്നെ മുകളിൽ കാണുന്ന ഈ ഒരു ടൈപ്പ് ചക്കിളി, പിന്നെ ആ ഗ്രീനിൻ്റെ തന്നെ ഓറഞ്ച്, പിന്നെ ഈ കപ്പ നീളത്തിൽ മുറിച്ചത്, അതെല്ലാം വാങ്ങിച്ചിട്ട് നേരെ വീട്ടിലേക്ക് എത്തി. ആടുന്ന് ഫസ്റ്റ് ചോളം പൊങ്ങുന്നത്. ഞാൻ ഫസ്റ്റ് വിചാരിച്ചത് ചോളം പൊങ്ങി കഴിഞ്ഞിട്ട് ഇത് ഒന്നൊന്നേ ഓരോരു ചോളം എടുക്കണം എന്നാണ്. പിന്നെയാണ് പറഞ്ഞത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ചോളം ഇതേപോലെ വട്ടത്തിൽ കട്ട് ചെയ്താൽ മതിയെന്ന്. പിന്നെ അതിൻ്റെ ഇടയിൽ കുറേ വീഡിയോസ്, കുറേ ആളെ സ്റ്റാറ്റസിൽ കാണലില്ലേ, ഈ ഫ്രൂട്ട്സ് അപ്പുറം എറിയുന്നത്, പൊടിക്കുന്നത്, കട്ട് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഓരോരാളെ ഈ കൊടുക്കുന്നതും പൊടിക്കുന്നതെല്ലാം എടുത്തു. ഈ കുഞ്ഞിന് വരെ ഞങ്ങൾ വെറുതെ വിട്ടില്ല. അതെല്ലാം എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ ഇടയിൽ ഈ വാഷിങ്ങും കട്ടിങ്ങെല്ലാം നടക്കുന്നുണ്ട്. പിന്നെ ഇത് ഞാൻ എന്ത് ചെയ്തു, വാഷ് ചെയ്തു. ക്യാരറ്റ്, കക്കിരി, പേരക്ക, ആപ്പിൾ, പൈനാപ്പിൾ, പിന്നെ ക്യാരറ്റ്, കുക്കുംബർ, ഉറുമാമ്പഴം, അങ്ങനെ കുറേ ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു. പിന്നെ ഓരോന്നിൻ്റെയും പീൽ ഓഫ് ചെയ്യാൻ തുടങ്ങി. കക്കിരിക്ക ചെയ്ത്, ക്യാരറ്റ് ചെയ്ത്, പിന്നെ ഓറഞ്ച്. അങ്ങനെ ഇതെല്ലാം പീൽ ഓഫ് ചെയ്തിട്ട് അതിൻ്റെ ഇടയിൽ ബത്തക്ക ഇവർക്ക് എറിയണമെന്ന് പറഞ്ഞു. അങ്ങനെ ബത്തക്കാൻ്റെ എറിയൽ പരിപാടികളെല്ലാം ഇവർ ചെയ്തു. പിന്നെ കുഞ്ഞിക്കും കുറച്ച് എറിയാനുള്ള സാധനങ്ങളെല്ലാം കൊടുത്തു. അതിൻ്റെ വീഡിയോ എല്ലാം എടുത്തിട്ട് പിന്നെ ഉറുമാമ്പഴത്തിൻ്റെ വീഡിയോ എടുത്തു തൊല്ലുന്നത്. ഇത് ഞാൻ സ്റ്റാറ്റസ് വെക്കാൻ വേണ്ടി ഫോണ് വെർട്ടിക്കലി പിടിച്ചെടുത്തതാണ്. അതിൻ്റെ ഇടയിൽ മുന്തിരിങ്ങ, നല്ല മധുരമുള്ള മുന്തിരിയായിരുന്നു. അതെല്ലാം കഴിക്കിയതിന് ശേഷം പിന്നെ ഓരോന്നും കട്ട് ചെയ്യാൻ തുടങ്ങി. ഈ ക്യാരറ്റ് എനിക്ക് അത്ര വലിയ ടേസ്റ്റ് ആയിട്ട് തോന്നിയില്ല. പിന്നെ പേരക്ക ഇവിടെ ബ്ലേഡ് പോലെ കട്ടാക്കിയിട്ടുണ്ട്. പിന്നെ 4 ടൈപ്പ് ചക്ലി ഇതെല്ലാം എടുത്ത്, പിന്നെ വത്തക്ക നമ്മൾ പകുതി ഇടാമെന്നാണ് വിചാരിച്ചത്. പിന്നെ ഇതിങ്ങനെ ഈ മുറിക്കുന്ന ആൾക്കൊരു ആഗ്രഹം ഇതേപോലെ തൊലിയെടുക്കണം എന്ന്. അങ്ങനെ വത്തക്ക ഇങ്ങനെ കുത്ത പിടിച്ചെടുത്ത് അതിൻ്റെ ഇടയിൽ വായച്ചപ്പലെല്ലാം റെഡിയാവുന്നുണ്ട്. പിന്നെ ബത്തക്ക തൊലിയെല്ലാം എടുത്ത് പിന്നെ ഇവിടെ ചോളം പൊങ്ങി കിട്ടി. ചോളം പൊങ്ങുമ്പോൾ ഞാൻ ഉപ്പൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. കുക്കറിൽ ഒരു 3 വിസിലെടുത്ത്. അതിൻ്റെ ഇടയിൽ നമ്മളെ മസാല റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി മസാലയായിരുന്നു. ഇത് ഈത്തപ്പഴം, മുളക് പൊടി, ചെറുക്ക, ഉപ്പ് ഇത്ര ഇട്ടിട്ട് നന്നായി മിക്സിയിലടിച്ചു. ഈത്തപ്പഴം ഞാൻ ഫസ്റ്റ് ഒരു 10 മിനിറ്റ് തിളച്ച വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിരുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ ബത്തക്കെല്ലാം കട്ട് ചെയ്തു. ഇന്നും ഒരു ഹാഫ് പീസ് എടുത്ത് വെക്കണമെന്ന് വിചാരിച്ച് അത് കഴിഞ്ഞില്ല. അങ്ങനെ ബത്തക്കെല്ലാം കട്ട് ചെയ്തു. പപ്പായും കട്ട് ചെയ്തു. പൈനാപ്പിൾ അത്ര പഴുത്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അതെല്ലാം കട്ട് ചെയ്തിട്ട് എല്ലാം റെഡിയാക്കി. ഇനി ഇത് കൊണ്ടുപോയി സെറ്റാക്കാം. അതിൻ്റെ ഇടയിൽ ബത്തക്ക ഇതേപോലെ ബാറ വെച്ചിരുന്നു. എല്ലാം വീഡിയോസിലെല്ലാം കാണലില്ല, ലാസ്റ്റ് കുട്ടികൾ എരിഞ്ഞിട്ട് എല്ലാവരും കണ്ണെന്നും വായിന്നെല്ലാം വെള്ളം വരുന്നത്, അപ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഹോളിലേക്ക് എത്തി. ടേബിളിൽ ലീഫ് ഇട്ടു. വായല വീഡിയോസിലെല്ലാം കാണൽ ഒരു 2 വായല വെച്ചിട്ടാണ്. പക്ഷേ നമുക്കിങ്ങനെ നീളത്തിലുള്ള വായല കിട്ടിയിരുന്നില്ല. അതുകൊണ്ട് ഒന്നിൻ്റെ പകുതിയോളം ഉണ്ടായിരുന്നു. അതിങ്ങനെ കുറേ എടുത്തു. പിന്നെ ഇലയാണെങ്കിൽ എല്ലാം ഇങ്ങനെ മുറിഞ്ഞിരുന്നു. പിന്നെ ഈ ടേബിളിന് ചുറ്റുമുള്ള സാധനങ്ങളെല്ലാം എടുത്തു മാറ്റി. ഇതിൻ്റെ ചുറ്റും ഇനി ഓടാനെല്ലാം ഉണ്ട്. അങ്ങനെ കുട്ടികളെ കൊണ്ട് അതെല്ലാം എടുപ്പിച്ചു. പിന്നെയും വീഡിയോ എടുത്തു. ഇതേപോലെ ഓരോരാൾ ഓരോരോ സാധനം കൊണ്ടുപോകുന്നത്. അങ്ങനെ അതെല്ലാം എടുത്തിട്ട് എല്ലാം ഇതിൻ്റെ മുകളിൽ വിതറിയിട്ട് ഇതിൽ മസാല ഇട്ടു. ഫസ്റ്റ് ഇതേപോലെ ഒരു ഗമക്ക് ഇങ്ങനെ കൈയിലുകൊണ്ട് മിക്സ് ചെയ്തു. പിന്നെ അതൊന്നും ശരിയാവില്ല എന്ന് വെച്ചിട്ട് എല്ലാവരും കൈ കൊണ്ട് ഒന്നാകെ വാരിക്കുഴച്ചെടുത്തു. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഈ ടേബിളിന് ചുറ്റിലും ഓടുന്നത്. ഇത് ഏതോ ഒരാളെ സ്റ്റാറ്റസിൽ കണ്ടതാണ്, ഇങ്ങനെ ടേബിളിന് ചുറ്റും ഓടുന്നത്. അങ്ങനെ ഞങ്ങളും കുറേ സമയം അതിൻ്റെ ചുറ്റിലെല്ലാം ഓടി. അങ്ങനെ അതിൻ്റെ വീഡിയോ എല്ലാം എടുത്തു. അതിൻ്റെ ഇടയിൽ 2 പിള്ളന്മാരുടെ ഓടാൻ പറ്റാത്ത പിള്ളന്മാരെ ടേബിളിൻ്റെ മുകളിലെത്തി. പിന്നെ കുറേ ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു. എല്ലാവരും നിന്ന് തിന്ന് മടുത്തിട്ട് നമുക്ക് തിന്നാൻ തുടങ്ങി. അങ്ങനെ ഇത് ഏകദേശം കാലയായിക്കൊണ്ട് വന്നു. അങ്ങനെ വലിയ എരിവൊന്നും ഉണ്ടായിരുന്നില്ല, നല്ല ആവശ്യത്തിനുള്ള എരിവും. അങ്ങനെ എല്ലാം തിന്നിട്ട് ഇതെല്ലാം ബാക്കിയായി. ചോളത്തിൻ്റെ ഈ വേസ്റ്റ് മാത്രം
ബാക്കിയെല്ലാം തിന്നു. അങ്ങനെ ഇതെല്ലാം തിന്നിട്ട് ലാസ്റ്റ് ഈ വാഴയില അപ്പുറത്തെ വീട്ടിലത്തെ പശുവിന് കൊടുക്കണം. പശുവിന് നല്ല ഫുഡ് കിട്ടി. അപ്പോൾ ഇത്രയാണ് നമ്മൾ ചെയ്തത് കത്ത് വീട്ടിലേക്ക് വേണ്ടി. അതിൻ്റെ ഇടയിൽ നല്ല ലൈറ്റിങ്ങിന് വേണ്ടി നമ്മൾ ലൈറ്റെല്ലാം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ബത്തക്ക എരിവുണ്ടെങ്കിലായെന്ന് പറഞ്ഞിട്ട് ബത്തക്ക കൊണ്ടുവച്ചു ഫൈനലി. പിന്നെ അതിനും വെറുതെ വിട്ടില്ല, അതിനും എടുത്ത് തിന്നു. എരിവൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ ലൈക്ക്, സബ്സ്ക്രൈബ്